ടേസ്റ്റി ഡോട്ട്സ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ പൊട്ടറ്റോ ലോലിപോപ്പ് സ്പെഷ്യലായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ബോയിൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. നമുക്കിനി അതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള നല്ല ഫൈനായിട്ട് അരിയണം, നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണം. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അല്ല നിങ്ങൾക്കത് വായിലൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇനി അതിലോട്ട് നമുക്കൊരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, നമ്മളെ ഉണക്കമുളക് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, അതുപോലെ ആവശ്യത്തിന് സോൾട്ടും കൂടി ആഡ് ചെയ്യാം. അതിലേക്ക് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഫെനൽ സീഡ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ടേസ്റ്റും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അതുകൂടാതെ നമുക്ക് ഈ ഗ്യാസിൻ്റെ ഒക്കെ പൊട്ടറ്റോ കഴിക്കുമ്പോൾ ഗ്യാസ് ട്രബിളൊക്കെ ഉള്ളവർക്കൊക്കെ അത് മാറിക്കിട്ടും. അതിലേക്ക് നമുക്കിനി ഒരു 2 സ്ലൈസ് ബ്രെഡ് പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിനകത്തോട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം ഒരല്പം. അതിലേക്ക് നമുക്ക് 3-4 വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റാക്കി നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നല്ലപോലെ കൈവച്ചൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യണം. എല്ലാ ഐറ്റംസും എല്ലാവിടെയും എത്തണം. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളെടുത്ത് അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് നമുക്ക് ഒരല്പം വാട്ടർ ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി വെക്കാം. പിന്നെ അതിലേക്കൊരു പിഞ്ച് സോൾട്ടും കൂടി ആഡ് ചെയ്യാം. സോൾട്ട് കൂടിപ്പോകാൻ പാടില്ല. ഒരു പിഞ്ച് സോൾട്ടും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ ഒരു ലൂസിൽ തന്നെ ആക്കി എടുക്കണം. അധികം തിക്ക് പേസ്റ്റ് ആവാൻ പാടില്ല. കണ്ടില്ലേ, ഇത് ഈ ഒരു ടൈപ്പ് തന്നെ ആയിരിക്കണം. നമുക്കൊരു പ്ലേറ്റ് എടുത്ത് അതിനകത്തോട്ട് ഒരല്പം ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കയ്യിൽ ഒരല്പം എണ്ണ തടയതിന് ശേഷം ഒരു ലെമൺ സൈസിലുള്ള ബോളാക്കി നമുക്കിത് എടുക്കാം. ബോളാക്കിയതിന് ശേഷം കണ്ടില്ലേ, ഈ ഒരു ടൈപ്പിലുള്ള ബോളാക്കിയതിന് ശേഷം നമുക്ക് ഇത് ആദ്യം ഒന്ന് നമ്മളെ ഈ മൈദയുടെ ആ മിക്സിലോട്ട് ഇട്ട് അതിന് ശേഷം ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ റോൾ ചെയ്തെടുത്ത് നമുക്കെല്ലാം അതുപോലെ ചെയ്ത് വെക്കാം. എല്ലാം സെയിം സൈസിലുള്ള ബോളാക്കി വെക്കാം. ഇനി നമുക്കൊരു പാന് വെച്ച് അതിനകത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് നല്ല ഹോട്ട് ആയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അധികം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഇത് എല്ലാം കുക്കായിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ലോലിപോപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്, നമുക്ക് എടുത്ത് വെക്കാം. ഇനി അതിൻ്റെ മുകളിലായി നമുക്ക് ടൂത്ത് പിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.